ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2ാമത്തെ ലെസൺ ആയിട്ടുള്ള റെയിൻ ഇൻ സമ്മർ എന്ന് പറയുന്ന പോമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റെയിൻ ഇൻ സമ്മർ, എന്താ സമ്മറിലെ റെയിൻ അല്ലേ, നോക്കി നോക്കാം. ഹിയർ ഈസ് എ പോം ദാറ്റ് ടെൽസ് യു അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് റെയിൻ. എന്താണ് റെയിനിൻ്റെ ബ്യൂട്ടീനെ കുറിച്ച് പറയുന്ന ഒരു പോമാണ് നമുക്ക് പഠിക്കാനുള്ളത്. റീഡ് ആൻഡ് അപ്രീസിയേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കാം. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ഇൻ ദ ബ്രോഡ് ആൻഡ് ഫിയറി സ്ട്രീറ്റ് ഇൻ ദ നാരോ ലെയിൻ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. അപ്പോൾ എന്താണ് പറയണത്? ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. എന്താണ് മഴ എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര മനോഹരമാണ് ഈ മഴ എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ശേഷമാണ് ആഫ്റ്റർ ദ ഡസ്റ്റ്? ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊടി, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂട്. അപ്പോൾ ഈ ചൂടിനും പൊടിക്കുമൊക്കെ ശേഷം ഈ മഴയെ കാണാൻ എന്തൊരു മനോഹരമാണ്. ഇൻ ദ ബ്രോഡ് ആൻഡ് ഫിയറി സ്ട്രീറ്റ്. ബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീതിയുള്ള. അതുപോലെ തന്നെ ഫിയറി എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച് കിടക്കുന്ന, അതായത് ചൂട് പിടിച്ച് എന്താണ് ബ്രോഡ് വീതിയുള്ള സ്ട്രീറ്റിൽ ഈ പൊടിക്കും അതുപോലെ തന്നെ ചൂടിനും ശേഷമൊക്കെ വരുന്ന മഴ കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്, എന്തൊരു മനോഹരമാണ്. പിന്നെ എന്താണ് ഇൻ ദ നാരോ ലൈൻ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. ഇൻ ദ നാരോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഇടുങ്ങിയ വഴികളിലൂടെ, അതായത് രണ്ട് സൈഡും ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് ഇടുങ്ങിയ വഴി ഉണ്ടാവില്ലേ, അവിടെയും. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. അപ്പോൾ ഈ പൊടിക്കും അതുപോലെ തന്നെ നല്ല ചൂടിനും ശേഷം ഈ വീതിയുള്ളതും അതുപോലെ ചൂട് പിടിച്ച് കിടക്കുന്ന സ്ട്രീറ്റിലും അതുപോലെ തന്നെ ഈ നാരോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വഴികളിലുമുള്ള മഴ കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. എത്ര മനോഹരമാണ് മഴയെ കാണാൻ. ഇനി അടുത്തത് എന്താ? ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ് ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂഫ്സ്. How it gushes and struggles out from the throat of the overflowing spout. അപ്പോൾ എന്താണ്? How it clatters along the roofs. roofs എന്ന് പറഞ്ഞാൽ എന്താ? മേൽക്കൂര. clatters എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ മേൽക്കൂരയിലൊക്കെ വീഴുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം ഇല്ലേ, ആ ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് clatters എന്ന് പറയുന്നത്. ഓക്കെ. ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂഫ്സ്. അപ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നത്? കുതിരക്കുളമ്പടിക്കുന്നത് പോലെ, അതായത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഇല്ലേ, കുതിരകൾ പോകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകും. അപ്പോൾ അതുപോലെയാണ് എന്നാണ് പറയുന്നത്. എന്ത്? ഈ റൂഫിൻ്റെ മേലെ, അതായത് മേൽക്കൂരയുടെ മേലെ മഴ വീഴുന്നത്. ഹൗ ഇറ്റ് ഗഷസ് ആൻഡ് സ്ട്രഗിൾസ് ഔട്ട് ഫ്രം ദ ത്രോട്ട് ഓഫ് ദ ഓവർഫ്ലോയിങ് സ്പൗട്ട്. ഹൗ ഇറ്റ് ഗഷസ് ആൻഡ് സ്ട്രഗിൾസ് ഔട്ട്. എന്താണ്? അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നത് എത്ര പെട്ടെന്നാണ് എന്തായി മാറുന്നത്? ഒരു വെള്ളച്ചാട്ടമായി മാറുന്നത്. ഫ്രം ദ ത്രോട്ട് ഓഫ് ദ ഓവർഫ്ലോയിങ് സ്പൗട്ട്. അതായത് തൊണ്ടകളിൽ നിന്ന് നമ്മൾ വെള്ളം ചീറ്റുന്നത് പോലെയാണ്, മേഘങ്ങൾക്കിടയിൽ നിന്ന് വെള്ളം ചീറ്റുകയാണ്. അപ്പം അങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. അക്രോസ് ദ വിൻഡോ പെയിൻ ഇറ്റ് pours and swift and wide with a muddy tide like a river down the gutter roads the welcome the rain. Across the window pane it pours and pours. അപ്പോൾ എന്താ പറയുന്നത്? ജനാലകൾക്കപ്പുറം എന്താണ് ഈ മഴ എങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ജനലിൽ കൂടെ നോക്കുമ്പോൾ എന്താണ് മഴ ഇങ്ങനെ നന്നായി മഴ പെയ്യുന്നുണ്ട്. ആൻഡ് സ്വിഫ്റ്റ് ആൻഡ് വൈഡ്. അപ്പോൾ എങ്ങനെയാണ്? വളരെയധികം സ്പീഡിലാണ് വരുന്നത്. മാത്രമല്ല ഈ മഴ ഇങ്ങനെ വൈഡ് ആവുന്നുണ്ട്, അതായത് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിത്ത് എ മഡി ടൈഡ്. എന്താണ്? കുറച്ച് സമയത്തിന് ശേഷം അതെന്തായി? മഡി വാട്ടറായി, അതായത് ചെളിവെള്ളമായിട്ട് മാറുന്നുണ്ട്. ലൈക്ക് എ റിവർ ഡൗൺ ദ ഗട്ടർ റോസ് ദ റെയിൻ ദ വെൽക്കം റെയിൻ. അപ്പോൾ എന്താണ്? ഗട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ചാല്. അപ്പോൾ
ഈ വെള്ളമൊഴുകുന്ന ചാലുകളൊക്കെ ഇങ്ങനെ റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയെ വെൽക്കം ചെയ്തിട്ട് ഇങ്ങനെ ഈ ഗട്ടേഴ്സൊക്കെ ഇങ്ങനെ അലറി വിളിക്കുകയാണ്, ദ റെയിൻ, ദ വെൽക്കം റെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പോം ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോം. ഇനി ഈ പോമിൽ കുറച്ച് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് for watching.